മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിരുവല്ലോമല പാമ്പാടി ഐവർമഠം നിളാതീരത്ത് കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ ബുധനാഴ്ച വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി MLA യുവ പ്രദീപ് ഐവർമഠം ശ്മശാന കടവിലും ശ്രീകൃഷ്ണ ക്ഷേത്രം കടവിലും സന്ദർശനം നടത്തി. തിരുവല്ലോമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരം നിളാതീരത്ത് കർക്കിടക വാവുബലി തർപ്പണം ബുധനാഴ്ച നടക്കും. പുലർച്ചെ 4 മണി മുതൽ ഉച്ചവരെ തർപ്പണ ചടങ്ങുകൾ നീണ്ടുനിൽക്കും. ഐവർമഠം ശ്രീകൃഷ്ണ ട്രസ്റ്റിനെ കൂടാതെ രമേശ് കോരപ്പത്ത്, ബ്രാഹ്മണ സഭ എന്നിവരും വന്നെത്തുന്ന വിശ്വാസികൾക്കായി ബലിതർപ്പണത്തിനായി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണ വേളയിൽ മഴയും വെയിലും ഏൽക്കാതിരിക്കുന്നതിനായി പന്തലിന്റെയും പണികൾ അവസാന ഘട്ടത്തിലാണ്. തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരും തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായുള്ള ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. 10,000 പങ്കെടുക്കുന്ന കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ സുഗമമാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത്, പഴയന്നൂർ പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സജീവ സാന്നിധ്യവും ഉണ്ടായിരിക്കും. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോകൻ വാര്യർ കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങിനായുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പിണ്ടബലി സാധാരണ വർഷം തയ്യുന്ന പിണ്ടബലിയും അതുപോലെ വാവുബലി പറയുന്ന സെപ്പറേറ്റ് രണ്ട് വിധത്തിലായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് കൗണ്ടറുകളും അതുപോലെ കർമ്മികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും പഴയന്നൂർ പോലീസിൻ്റെയും അതുപോലെ ഹെൽത്തിൻ്റെയും എല്ലാവരുടെയും സഹകരണം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണം കൂടി വാവുബലിയോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ആംബുലൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. രമേശ് കോരപ്പത്തിൻ്റെ അവിടുന്ന് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ പുഴയിൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം ആക്ച്വലി രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ വൃത്തിയാക്കണം വിചാരിച്ചായിരുന്നു. ഈ മഴ കാരണത്താൽ വെള്ളം നിറഞ്ഞുകൊണ്ട് കാട് വെട്ടിക്കളയാനോ വൃത്തിയാക്കാനോ സാധിക്കാതെ വന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും 15-ാം തീയതി വരെയാണ് അതിന് കാലാവധി ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഈ പുഴയിൽ വെള്ളം നിറഞ്ഞ കാരണത്താൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ശേഷം ഇനി വീണ്ടും ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നതായിരിക്കും. ബലിതർപ്പണത്തിനെത്തുന്നവർക്കുള്ള സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനും പൊന്തക്കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയുടെ പുരോഗതി നേരിട്ട് മനസ്സിലാക്കുന്നതിനുമായി MLA ഇന്ന് 2 കടവുകളും സന്ദർശിച്ചു. കടവുകളിൽ പൊന്തക്കാടുകൾ നിറഞ്ഞതിനാൽ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതിയുണ്ട്. കാട്ടുപന്നി, മുള്ളംപന്നി തുടങ്ങിയവയുടെ ശല്യവും പ്രദേശത്തുണ്ടാകാറുണ്ട്. പൊന്തക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MLA യുവ പ്രദീപ് അഡീഷണൽ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിരുന്നു. മതിയായ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ കർക്കിടക വാവിന് മുമ്പ് പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തി പൊന്തക്കാടുകൾ വെട്ടിമാറ്റുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ട് MLA വീണ്ടും കത്ത് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് കോരപ്പത്ത്, അശോകൻ വാര്യർ എന്നിവർക്ക് പൊന്തക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകി. അതേസമയം പുഴയിൽ നീരൊഴുക്ക് കൂടുതലായതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക് CCV.